2018 ഇടുക്കി ഡാമിന്റെ ഓരോ ഷട്ടറുകൾ വീതം ഉയർത്തിയപ്പോൾ ഘട്ടം ഘട്ടമായി ഒലിച്ചുപോയതാണ് ചെറുതോണി പുഴയോട് ചേർന്നുണ്ടായിരുന്ന പഴയ ബസ് സ്റ്റാൻഡ്. കഴിഞ്ഞ 5 വർഷമായി പുതിയ ബസ് സ്റ്റാൻഡിനായി ചെറുതോണി കാത്തിരിക്കുകയാണ്. ഇന്ന് യാഥാർത്ഥ്യമാകും, നാളെ യാഥാർത്ഥ്യമാകുമെന്ന് കരുതി. ജില്ലാ പഞ്ചായത്ത് വിട്ടു നൽകിയ സ്ഥലത്ത് മന്ത്രി റോഷി അഗസ്റ്റിന് അനുവദിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ച് 2019 പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. പിന്നീട് ഘട്ടം ഘട്ടമായി മൊത്തം 5.5 കോടി രൂപയാണ് വിവിധ വകുപ്പുകളിൽ നിന്നായി അനുവദിച്ചത്. ബസ് സ്റ്റാൻഡിലേക്ക് ചെറുതോണി തോടിനു കുറുകെ പാലം നിർമ്മിച്ചു. കെട്ടിട സമുച്ചയവും പൂർത്തിയായി. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നിടത്ത് കോൺക്രീറ്റും ചെയ്തു. ബസ് സ്റ്റാൻഡിലേക്കുള്ള പാലത്തിന്റെയും അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണവും ടാറിങ്ങും നടത്താനുണ്ട്. ആളുകൾ കാത്തുനിൽക്കുന്ന സ്ഥലത്ത് മേൽക്കൂര നിർമ്മിക്കണം. ഈ ജോലികളെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ്. എൻ്റെ ഒരു അറിവിൽ ഒരു 20ാമത്തെ ശിലാസ്ഥാപനം 20ാമത്തെ ഉദ്ഘാടനമാണ് ഞാൻ കൂടുന്നത്. കാരണം ഈ അടുത്ത ദിവസം ഒരു ഉദ്ഘാടനം നടത്തി വിളിച്ചു പോയില്ല. കാരണം ഒരു കാര്യമില്ലെന്നറിയാം. ഇതാണോ ജില്ലാ ആസ്ഥാനത്തെ ബസ് സ്റ്റാൻഡ്? കൊണ്ടുപിടിച്ച് ഉദ്ഘാടനം നടത്തി അതിനകത്തൊരു വണ്ടി കയറാനുള്ള സംവിധാനമോ അടിസ്ഥാനമായിട്ട് ജനങ്ങൾക്ക് വന്നിരിക്കാനുള്ളൊരു കസേര പോലും ഇല്ല. പിന്നെ എന്ത് ഉദ്ഘാടനം? ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ ഇപ്പോൾ ചെറുതോണി പാലത്തിലാണ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ ബസ് ജീവനക്കാർക്കോ യാത്രക്കാർക്കോ ശുചിമുറി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. ദീർഘദൂര യാത്ര കഴിഞ്ഞ് എത്തുന്നവർ അതുകൊണ്ട് തന്നെ ദുരിതത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.